തൃശൂർ അമല ആശുപത്രിയിലെ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. അമല ആശുപത്രി മാനേജ്മെന്റ് ലേബർ ഓഫീസർക്ക് നൽകിയ ഉറപ്പുകളിൽ നിന്ന് പിന്മാറി. സഭയുടെയും ജൂബിലി മാനേജ്മെന്റിന്റെയും സമ്മർദ്ദമാകാം ഇതിന് പിന്നിലെന്ന് UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ആരോപിച്ചു. സർക്കാർ നിയമനിർമ്മാണം നടത്തും വരെ സമരം തുടരാനാണ് തീരുമാനം. ശമ്പളക്കാര്യത്തിൽ ഓരോ ആശുപത്രിയുമായി വ്യത്യസ്ത കരാറിൽ ഏർപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മാനേജ്മെന്റ്. എല്ലാത്തിനും വ്യവസ്ഥ വേണമെന്നാണ് നിലപാടെന്നും അമല ജൂബിലി മാനേജ്മെന്റുകൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്തായാലും ഈ മാനേജ്മെന്റ് പറഞ്ഞ വാക്കിൽ നിന്നും മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. സർക്കാരിലാണോ ഏകപ്രതീക്ഷ ഇനി? മാനേജ്മെന്റുകൾ അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് പിന്മാറി എന്നുള്ളത് UNAയുടെ ആരോപണമാണ്. മാനേജ്മെന്റുകൾ മുൻകാലത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അവർ ആവർത്തിച്ചത്. ഏതായാലും അമലയിലെയും ജൂബിലിയിലെയും നഴ്സുമാർ UNAയുടെ നേതൃത്വത്തിൽ സമരം തുടരുക തന്നെയാണ്. ഇപ്പോൾ ജൂബിലി ആശുപത്രിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. അമല ആശുപത്രിക്ക് മുന്നിലെ സമരം അവസാനിപ്പിക്കുമെന്ന് UNA ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ശമ്പള വർധനവടക്കമുള്ള കാര്യങ്ങളിൽ UNA പറയുന്ന നിലയിലല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ അതിരൂപതയും മറ്റും വാർത്താസമ്മേളനം നടത്തിയതോടുകൂടിയാണ് ആ സമരത്തിൽ നിന്നും പിന്മാറി എന്നുള്ള പ്രഖ്യാപനം തിരുത്തിക്കൊണ്ട് അവർ വീണ്ടും സമരം ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് UNAയുടെ പ്രതിനിധികൾ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, ലേബർ ഓഫീസർക്ക് സഭ അല്ലെങ്കിൽ ആശുപത്രി മാനേജ്മെൻറ്റുകൾ നൽകിയ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഉറപ്പുകളിൽ നിന്ന് അവർ പിന്മാറിയതായാണ് UNA ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ സമരം വിജയിച്ചു എന്ന് പറഞ്ഞും അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ചുവെന്നും ശമ്പള വർധന ഉണ്ടായി 4000 മുതൽ 6000 രൂപ വരെ ശമ്പള വർധന ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടും പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. സഭയോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള പശ്ചാത്തലമുണ്ടെങ്കിൽ അതിൽ നിന്നും പുറകോട്ട് പോവുകയാണ്, സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് UNA പ്രസിഡന്റ് ഷോബി ജോസഫ് നമ്മളോട് സംസാരിച്ചത്. അല്പസമയത്തിന് മുൻപ് തൃശൂർ അതിരൂപതയും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. UNA പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് അമല ജൂബിലി ആശുപത്രി മാനേജ്മെന്റുകൾ സംയുക്തമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്ന് ഈ ആശുപത്രിക്ക് മുന്നിൽ ജൂബിലി ആശുപത്രിയിലേക്ക് നഴ്സുമാരുടെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. അത് നാടകീയ സംഭവമാണ്. ആശുപത്രി മാനേജ്മെന്റ് മുൻപ് സംശയം പ്രകടിപ്പിച്ച കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. 600 ബെഡുകളുള്ള ആശുപത്രിയാണ് അമല. ഇപ്പോഴും ഏപ്രിൽ 1-ന് അതായത് ഈ UNAയുടെ സമരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമല ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കും, ഹൗസ് കീപ്പിംഗ് മുതൽ ഡോക്ടേഴ്സ് വരെയുള്ള മുഴുവൻ ആളുകൾക്കും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നു. ആ പരിഷ്കരണത്തെ എതിർത്തും മറികടന്നുമാണ് UNA അന്ന് സമരത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ നിലപാട്. അതിനുശേഷം വീണ്ടും അവർ ഇപ്പോൾ അന്ന് പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണത്തെ അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നത് പ്രഖ്യാപിച്ചത് അത് തെറ്റായ കാര്യമാണ് എന്നുള്ള നിലയിലാണ് വാർത്താ സമ്മേളനം നടത്തിയത്. നഴ്സുമാർ തന്നെ നമ്മളോട് സംസാരിക്കുമെന്ന് കരുതാം. ഏതായാലും സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ എന്തൊരു പരിഹാരമാണ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ? ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് ഇത് തരാനാണ് പറഞ്ഞത്. ഇടക്കാലാശ്വാസ ചോദിച്ചിരിക്കണത്, അവർക്ക് തരാൻ പറ്റില്ല എന്നാണ് പറയണേ. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവിറക്കട്ടെ എന്ന് പറയണേ. അത് ഉത്തരവിറക്കി കഴിഞ്ഞാൽ ഇവർ സ്റ്റേക്ക് പോകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. ഇല്ലാത്തവണ അവരങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ സഭാ മാനേജ്മെൻറ്റുകൾ അല്ലെങ്കിൽ ആശുപത്രി മാനേജ്മെൻറ്റുകൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് അമലയിൽ ശമ്പള പരിഷ്കരണം ഏപ്രിൽ 1-ന് നിങ്ങളുടെ സമരം ആരംഭിക്കുന്നതിന് മുൻപേ നടപ്പാക്കിയതാണ്. അത് അംഗീകരിക്കാതെയാണ് നിങ്ങൾ സമരം തുടരുന്നത്. ജൂബിലി നിലവിലെ സാലറി ക്രമം തന്നെ നിങ്ങൾ പറയുന്നതിന് മുകളിലുള്ള നിരക്കിലാണ് എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് രണ്ട് ആശുപത്രികളെ സംബന്ധിച്ചുകൊണ്ടുള്ള ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ ഒരു നിലപാട്. അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഇവർക്ക് 800 ബെഡിന് മുകളിലുള്ളവരെ ഇത് തരണം എന്നല്ലേ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് തരേണ്ടതാണ്. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ബാക്കിയുള്ള ഹോസ്പിറ്റലിലെ ബെഡ് കപ്പാസിറ്റിയും ഇവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ തന്നുകൊണ്ടിരിക്കണം. ഇവർ തരുന്നത് ഞങ്ങൾക്ക് ന്യായമായ കൂലി തന്നെയാണ് തരുന്നത്, അല്ലാതൊന്നും അല്ല. അമലയിൽ തരുന്നതോ ജൂബിലിയിൽ തരുന്നതോ? ജൂബിലിയിൽ 800 ബെഡുകളുണ്ട്, അമലയിൽ 600 ബെഡുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. കൂടുതലാണ്, 1500 ബെഡ് കപ്പാസിറ്റിയാണ് ജൂബിലിയിലുള്ളത്. അപ്പം ഞങ്ങൾ അത്ര പേഷ്യനെ നോക്കുന്നതിനനുസരിച്ചുള്ള സാലറി ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഇവരോട്. തർക്കത്തിന് ചോദിക്കുന്ന അല്ലെങ്കിൽ പോലും അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, നഴ്സുമാർക്ക് 6 മണിക്കൂർ 6-12 എന്നുള്ള നിലയിലാണ് ഷിഫ്റ്റ് ക്രമം. 6 മണിക്കൂർ മാത്രമാണ്, നിശ്ചിത ബെഡുകൾക്ക് ഇത്ര നഴ്സുമാർ എന്നുള്ള കണക്കുണ്ട്. ആ നിലയിലാണ് അവർ വാർത്താ സമ്മേളനത്തിൽ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം അത് കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി തന്നെയാണ് ആശുപത്രി മാനേജ്മെൻറ്റുകൾ തന്നു പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. കൃത്യമായിട്ടാണ് തരുന്നതെന്നോ? ഞങ്ങൾ 6 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാറില്ല. അത് ഇവർക്ക് അറിയാം, ഞങ്ങൾക്കും അറിയാം. പിന്നെ ഇവർ പറയുന്നതിൽ നിങ്ങൾക്കല്ലേ അറിയാത്തുള്ളൂ.
സഭയും അതേപോലെ തന്നെ നിങ്ങളുടെ സംഘടനയും രണ്ട് നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ തെരുവിൽ സമരത്തിലാണ് കഴിഞ്ഞ 110 ദിവസങ്ങളിലേറെ. ആ സമരം എന്ത് അതിൻ്റെ ഭാവി എന്താകുമെന്ന് കരുതുന്നു? ഞങ്ങളുടെ സംഘടന എന്ത് പറയുന്നു അതാണ് ഞങ്ങളുടെ ഭാവി. എന്തിനെ കുറിച്ച്? സമരത്തിനെ കുറിച്ചാണോ? അല്ല, സഭയ്ക്കെതിരെ എന്ന് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ സഭയ്ക്കെതിരെ ഒരിക്കലും സമരം ചെയ്തിട്ടില്ല. സഭയ്ക്കെതിരെ എന്ന് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ UN-ൽ ഉറച്ചു നിൽക്കുകയാണ്. UN ആണ് ഞങ്ങളുടെ ലക്ഷ്യം കാണുന്നവരെ ഞങ്ങൾ സമരത്തിൽ പിന്തുടരും. അരുണി, വ്യക്തമാണ് ഈ തെരുവിലിരിക്കുന്ന ഈ റോഡരികിലിരിക്കുന്ന നഴ്സുമാരുടെ വികാരങ്ങളും അവരുടെ സങ്കടങ്ങളും നമ്മൾ കാണാതെ പോകുന്നില്ല, കേൾക്കാതെ പോകുന്നില്ല. പക്ഷേ ആശുപത്രി മാനേജ്മെൻറ്റുകളും UN പ്രതിനിധികളും ഈ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ തെരുവോരത്തിലിരുന്ന് ഈ നഴ്സുമാർക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഏതായാലും ആ സമരവുമായി അവർ മുന്നോട്ട് പോകും. അവരുടെ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ നഴ്സുമാർ പറയുന്നത്. ഏതായാലും ആശുപത്രി മാനേജ്മെൻറ്റുകൾ തങ്ങളുടെ നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ്.